2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ശില്പങ്ങളിൽ നിന്ന് കവർന്നെടുത്ത സ്വർണം അത് ബാംഗ്ലൂർ വിറ്റെന്നാണ് അറിയുന്നത്. ആ സ്വർണം ബെല്ലാരിയിലെ ഗോവർദ്ധനാണ് വിറ്റിരിക്കുന്നത്. ബെല്ലാരി ഗോവർദ്ധനൻ SITയുടെ മുമ്പിൽ ഹാജരായി മൊഴി കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ചു എന്ന് സമ്മതിച്ചു, വിലയ്ക്ക് വാങ്ങിച്ചു. ആ സ്വർണം കൈവശമുണ്ടോ എന്നറിയില്ല, എങ്കിലും അത് ഉരുക്കിപ്പോയോ എന്നും അറിയില്ല. ഏതായാലും ഇൻകോട്ട്സ് ആയിട്ടുള്ള സ്വർണം കൊടുത്തേ പറ്റുള്ളൂ. അത് ഗോവർദ്ധൻ അംഗീകരിച്ചിരിക്കുന്നു. അത് തന്നെയല്ല, ചെന്നൈയിൽ നിന്നും ഊറ്റിയെടുത്ത സ്വർണം അതും താൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സ്വർണം 2019 ഊറ്റിയെടുത്ത സ്വർണം അത് ബെല്ലാരിയിൽ നിന്ന് പോലീസ് റിക്കവർ ചെയ്യാൻ പോയിട്ടുണ്ട്. റിക്കവർ ചെയ്താൽ തീർച്ചയായും അത് വളരെ വാലിഡായ ഒരു എവിഡൻസ് ആവും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പോലീസ് കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിലുള്ള ഒരാൾ മോഷ്ടിച്ച സ്വർണം അത് പോലീസ് കണ്ടെടുത്താൽ 27 എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ BSA 23, അപ്പോൾ അത് റിക്കവർ ചെയ്താൽ അത് കോടതി അംഗീകരിക്കും. 27 എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ BSA 23 അതാണ് പറയുന്നത്. മോഷ്ടിച്ചെടുത്ത സാധനം കള്ളനെ കൂടി തന്നെ റിക്കവർ ചെയ്താൽ അത് ധാരാളം എവിഡൻസാണ്, അതിനയാളെ ശിക്ഷിക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പം ശബരിമലയിൽ നിന്ന് 2019 മോഷ്ടിച്ച അത് ദാരുശില്പത്തിൽ നിന്നും കട്ടളപ്പടിയിൽ നിന്നും മോഷ്ടിച്ചെടുത്ത ആ സ്വർണം അത് വിറ്റ് കാശാക്കി. അത് ഗോവർദ്ധനാണ് അത് വാങ്ങിയത്. ആ പണം ഇയാൾ കൊണ്ടുപോയി. ആ പണം എങ്ങനെ വിനിയോഗിച്ചു, ആർക്ക് കൊടുത്തു, എന്ത് കുറച്ചു, എത്ര ഉണ്ണികൃഷ്ണൻ പോറ്റി കിട്ടി എന്നുള്ള വിവരങ്ങളൊന്നും ഗോവർദ്ധൻ അറിയില്ല. പണം കൊടുത്തു, മടക്കി കൊടുത്തു, സ്വർണത്തിനുള്ള വില കൊടുത്തു എന്ന് സമ്മതിച്ചു. ഏതായാലും SIT ബാംഗ്ലൂരിൽ പോയി ഉണ്ണികൃഷ്ണൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്വർണം റിക്കവർ ചെയ്ത് മടങ്ങി വരും. 476 ഗ്രാം നിലവിൽ SIT കുറവ് കണ്ടെത്തിയിട്ടുണ്ട് ദാരുശില്പത്തിലും കട്ടിലപ്പടിയിലും. അതുകൊണ്ട് 476 ഗ്രാം ഏകദേശം 60 പവനോളം വരും. 60 പവൻ സ്വർണം ബെല്ലാരിയിലെ ഗോവർദ്ധൻ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് വരുന്നത്. എത്ര അയാൾ കൃത്യമായിട്ട് വാങ്ങി, ആ സ്വർണം എവിടെ അയാളുടെ കൈവശമുണ്ടോ, ഉണ്ടെങ്കിൽ പോലീസ് അത് റിക്കവർ ചെയ്യും. അത് 27 എവിഡൻസ് ആക്ട് അനുസരിച്ച് കൃത്യമായ ഒരു ഒഫൻസിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 2019 ഇയാൾ ശബരിമലയിലെ മുരാരി ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അന്നത്തെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ അല്പസ്വർണം മിച്ചം വന്നിട്ടുണ്ട്, അതെന്ത് ചെയ്യണം, അതൊരു പാവപ്പെട്ട സ്ത്രീ കൊച്ചിൻ്റെ കല്യാണത്തിന് കൊടുക്കട്ടെ എന്നൊരു മെസ്സേജ്. അപ്പോൾ ഒരു ഡിജിറ്റൽ എവിഡൻസ് ആണ്. മോഷ്ടിച്ച സാധനത്തിൻ്റെ കുറേ ഭാഗം തൻ്റെ കയ്യിലുണ്ടെന്നുള്ളൊരു അഡ്മിഷൻ. അത് സെക്ഷൻ 65B എവിഡൻസ് ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ BSA 61 അനുസരിച്ച് അത് പ്രോപ്പർട്ടി മിച്ചം വന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് ഒരു അഡ്മിഷനാണ്, നല്ല തെളിവാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഡിജിറ്റൽ എവിഡൻസ് കോടതി അക്സെപ്റ്റ് ചെയ്യും. അതൊരു അഡ്മിഷനാണ്, കുറ്റസമ്മതം തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണം 1998 44 കിലോ 800 ഗ്രാം അവിടെ പതിച്ചത്, അതിൻ്റെ ഒരു വിഹിതം ഇപ്പോൾ റിക്കവർ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ കൂടെയാണ് അത് റിക്കവർ ചെയ്യുന്നതെങ്കിലും അത് കൊടുത്തയച്ച അന്നത്തെ പ്രസിഡൻറ്റ്
അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന, ആ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, ഇവരൊക്കെ പ്രതികളായി തന്നെ വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കേസിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. കാരണം ശബരിമലയിൽ നിന്ന് ഒരു സാധനവും, ദേവൻ്റെ അവിടുന്ന് ഒരു സാധനവും ദേവസ്വം ബോർഡ് ആക്ട് അനുസരിച്ച് വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. അത് എന്ത് ന്യായീകരണം പറഞ്ഞാലും ശരി, അത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ദേവസ്വം ബോർഡ് ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് ചില നൂലാമാലകളൊക്കെ കണ്ടുപിടിച്ചാൽ ആക്ടിൻ്റെ വൈരുദ്ധ്യമായ ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറ്റകരം തന്നെയാണ്. അപ്പോൾ അതിന് ഈ ദേവസ്വം ബോർഡിലുള്ള ചില മണ്ടന്മാർ ഇങ്ങനെയൊക്കെയുള്ള ചില ഇൻ്റർപ്രിട്ടേഷനൊക്കെ നടത്തി മോഷണത്തിന് ശ്രമിക്കുന്നത് കുറ്റകരം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണത്തിൻ്റെ ഒരു വിഹിതം അല്ലെങ്കിൽ ഒരു പാർട്ട് റിക്കവറി നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്. 2 ദിവസത്തിനകം നടക്കും. കാരണം ഇപ്പം പ്രതിയുമായിട്ട് SITയുടെ ഒരു വിഭാഗം ആൾക്കാർ ബാംഗ്ലൂർ പോയിരിക്കുന്നു, ബെല്ലാരി പോയിരിക്കുന്നു. അതിനുശേഷം അവർ തീർച്ചയായിട്ടും ചെന്നൈക്ക് വരും. ചെന്നൈക്ക് വന്നാൽ ചെന്നൈയിലെ അവിടെ സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ നിന്നാണോ ഈ മിച്ച സ്വർണം കിട്ടിയത്, അതോ ആ സ്വർണം കൂടെ റിക്കവർ ചെയ്യണം. അത് എവിടെയാണ് വിറ്റത്, അതാണോ ഈ ഗോവർദ്ധൻ്റെ അവിടെ വിറ്റത് എന്ന് വ്യക്തതയില്ല. അത് വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും വിറ്റിട്ടുണ്ടോ? ഏതായാലും അവിടെ പൂശിയിൽ നിന്ന് എടുത്ത സ്വർണവും അത് കൃത്യമായിട്ട് SIT ഇപ്പം കണ്ടെടുക്കും. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആകുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു കാര്യം, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അവിടെ ആ സ്വർണം വേർതിരിച്ചെടുക്കുന്നതിന് പണം കൊടുത്തിട്ടില്ല. അതിന് പകരം 109 ഗ്രാം സ്വർണം കൂലിയായിട്ട് അവരെടുത്തു. അതും അവിടുന്ന് റിക്കവർ ചെയ്യണം. അപ്പോൾ ശബരിമല 2019 ഇവിടെ നിന്ന് കൊണ്ടുപോയ ദാരുശില്പത്തിൽ, അതുപോലെ കട്ടളപ്പടിയിൽ ഒരു വിഭാഗം സ്വർണം റിക്കവർ ചെയ്യുന്നതോടുകൂടി പോലീസിൻ്റെ ആ അന്വേഷണത്തിലെ ഒരു മികവ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല. ഹൈക്കോടതി ആ കള്ളത്തരം കാണിച്ചതിനെപ്പറ്റി പോയിൻ്റ് ഔട്ട് ചെയ്തു. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോലീസ് കണ്ടെടുക്കുന്ന ഭാഗമാണിത്. അത് ബാംഗ്ലൂരിൽ പോയി ആ സ്വർണം കണ്ടെടുത്തു കഴിഞ്ഞാൽ അതൊരു മികവുറ്റ അന്വേഷണം തന്നെയാണെന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ചെന്നൈയിലെ കൂലിയായിട്ട് കൊടുത്ത സ്വർണം കൂടെ റിക്കവർ ചെയ്യണം. ആരൊക്കെയാണ് സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ 2019 വാങ്ങിച്ചത്? ഞാനത് വ്യക്തമായിട്ട് അങ്ങനെയാണ് പറയുന്നത്, 2019. കാരണം അതിനു മുമ്പും അതിന് ശേഷവും ഈ ദാരുശില്പങ്ങളും കട്ടളപ്പടിയും വെളിയിൽ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് 2019 ഈ ഒരു സംഭവം സ്പെസിഫിക്കായിട്ട് എടുത്ത് പറയുന്നത്. അതുതന്നെയാണ് ഹൈക്കോടതി കണ്ടുപിടിച്ചതും അതേപ്പറ്റിയാണ് അന്വേഷിക്കാനാണ് SITയെ ഫോം ചെയ്തതും ഒക്കെ. അന്നത്തെ പ്രസിഡൻ്റ് ആരാണ്, അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ആരാണ്, ഇതിന് കൂട്ടുനിന്ന അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആരാണ്? കാരണം മുരാരിവാഴിയെ പൊക്കി പോലീസ്, അയാളോടൊപ്പം ചേർന്ന് നിന്ന കീഴുദ്യോഗസ്ഥരോ മേലുദ്യോഗസ്ഥരോ ഉണ്ടെങ്കിൽ അവരുടെ ഈ കേസിനകത്ത് പ്രതിയാവും. അങ്ങനെ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് 6 ആഴ്ചക്കകം അന്വേഷണം കംപ്ലീറ്റ് ചെയ്യലിന് 1-2 ആഴ്ച കൂടെ പോയി കഴിഞ്ഞാൽ 2019 ആ മോഷണത്തിൻ്റെ അന്വേഷണം ഏകദേശം കംപ്ലീറ്റ് ആകും എന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി അവിടുത്തെ രജിസ്ട്രാറുടെ അടുത്ത് ഒരു പുതിയ കേസൂടെ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1998 വിജയമല്യ 44 കിലോ സ്വർണം ആ ശബരിമലയിലെ ദാരുശില്പങ്ങളിലും കട്ടളപ്പടിയും ചാർത്തിയപ്പം, അതുകൂടാതെ എൻ്റെ അകത്തുമൊക്കെ ചാർത്തിയിട്ടുണ്ട്. അന്നേരം അവിടുത്തെ ജീവനക്കാരനായിരുന്നു മുരാരി ബാബു. അന്ന് മുതൽ അയാൾ അവിടെ ഉണ്ട്. അയാൾ അവിടെ സ്വർണം പൂശുന്നത് കണ്ടു. ആ സ്വർണം പൂശിയത് വ്യക്തതയോടെ അയാൾക്കറിയാം. അയാൾ 97 അവിടെ ജോലിക്ക് ചേർന്നതായിട്ടാണ് വരുന്നത്. അന്നേരം മുതൽ അദ്ദേഹത്തിൻ്റെ
സ്വർണത്തിൻ്റെ സ്വർണപ്പക്ഷി മോഹപ്പക്ഷി മനസ്സിൽ കൂടെ കടന്നിട്ടുണ്ടാകണം. എന്തിനാണ് ശബരിമല അയ്യപ്പൻ്റെ അവിടെ 44 കിലോയുള്ള സ്വർണം അവിടെ തേച്ച് വെക്കേണ്ട ഒരാവശ്യമില്ല എന്നാണ് ആ ശബരിമലയോടും അയ്യപ്പനോടും ചേർന്ന് നിൽക്കുന്ന ഈശ്വരവിശ്വാസിയായ മുരാരി ബാബു ചെയ്ത പ്രവൃത്തി ഒരിക്കലും പൊറുക്കാവുന്നതല്ല. കാരണം ലക്ഷോപലക്ഷം ആൾക്കാരുടെ ആശ്രയം തന്നെയാണ് ശബരിമല. അവർക്ക് മാനസികമായി എപ്പോഴും അവർക്കൊരു കുളിർമ ലഭിക്കുന്നത് ശബരിമല വന്നു പോകുമ്പോഴും ശബരിമല അയ്യപ്പൻ്റെ അനുഗ്രഹമെന്ന് കരുതുന്നവരെ ലക്ഷോപലക്ഷം ആൾക്കാരെ പറ്റിച്ചു കൊണ്ടുപോയി അവിടെ ചാർത്തിയിരുന്ന സ്വർണം അടിച്ചു മാറ്റിയ മുരാരി ബാബു, അദ്ദേഹത്തിന് അതിന് സമ്മതം കൊടുത്ത അദ്ദേഹത്തിൻ്റെ അന്നത്തെ മേലുദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പേഴ്സും അതിനോട് സഹകരിച്ച എല്ലാവരും ഈ ഒരു കേസിൽ തീർച്ചയായിട്ടും പ്രതിയാവും. അതുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ ഒരു 90% എത്തിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവരും കൂടെ പ്രതിയാകുന്ന കാഴ്ച നമുക്ക് കാണാം.